ശ്രീ പ്രകാശ് ബാര, ഇതിലിപ്പോൾ ആരോപിതരായിരിക്കുന്ന ആളുകളെല്ലാം സേഫാണ്. സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ കേസെടുക്കില്ല കാരണം പരാതിയില്ല എന്നുള്ളത്. സ്വമേധയാ ഒരു കോഗ്നിസബിൾ ഒഫൻസ് വെളിപ്പെട്ടാൽ ബന്ധപ്പെട്ട നിയമ നടപടികൾ എടുക്കാം. പക്ഷേ അതിനാരും ഒരുക്കമല്ല, ഒരാളെയും നെയിം ചെയ്യുന്നില്ല. കമ്മീഷൻ തന്നെ അതിൻ്റെ അങ്ങേയറ്റത്തെ രഹസ്യാത്മകത പാലിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെനോയെ പോലും വെക്കാതെ സ്വന്തം നിലയ്ക്ക് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പോൾ ആർക്കും ഒരു മുള്ളുകൊണ്ട് പോലുമുള്ള ഒരു ഉപദ്രവവും ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ ഉണ്ടാവില്ല. പക്ഷേ സിനിമയിൽ പോകുന്ന സ്ത്രീകളെല്ലാം പോക്കാണ് എന്നുള്ള മറ്റുള്ള ഒരു ചർച്ച ഇപ്പോൾ ആത്യന്തികമായി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ കൃത്യമായും ഈ വിഷയത്തിൽ നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചാൽ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ? തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ്. ഇതില് 15 പേരുടെ ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ ഗാങ് മാഫിയ എന്ന് ഒരുപാട് തവണ വിളിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവർ. AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, കാരണം ഇതിനെ ഡിസസോസിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മലയാള സിനിമയെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന അസോസിയേഷൻ AMMA ആണ്. അതിൻ്റെ കീഴിലായിട്ടോ അതിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതായിട്ടാണോ മറ്റുള്ള ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾ ചുക്കാൻ ഈ 15 പേരുടെ കയ്യിലാണ്. ആ 15 പേര് ആരാണെന്ന് ഒരു 10 പേര് എനിക്ക് മണിമണിയായിട്ട് പറയാൻ പറ്റും. ഇവിടുത്തെ മീഡിയക്കാർക്ക് മുഴുവൻ ഏകദേശം നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഇത് ഒബ്സർവ് ചെയ്യുന്ന, ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഓരോ മലയാളിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, ഇപ്പൊ തിലകന്റെ കാലത്ത് മാഫിയ ആയിട്ട് അദ്ദേഹത്തിന് ഓരോരോ കാര്യത്തിലും അദ്ദേഹത്തിനെ വിലക്കുകയും അദ്ദേഹത്തിന് മരണം വരെ ഏകദേശം അതിന് കുറച്ച് കാലം അദ്ദേഹത്തിന് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നു. അദ്ദേഹത്തെ ഉപദ്രവിച്ച ആൾക്കാർ ആരാണെന്ന് നമുക്കറിയാം. വിനയനെ ഫീൽഡ് ഔട്ടാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാരാണെന്ന് നമുക്കറിയാം. നിത്യാമേനോന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ശ്രീനാഥിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് സുകുമാരന്റെ കാര്യത്തിലും പൃഥ്വിരാജിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ തിരിച്ചുപോയി ആ വാർത്തകളും ആ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 15 പേരിൽ ആരൊക്കെയാണുള്ളത്. ചിലപ്പോൾ കുറച്ച് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, പക്ഷെ നമുക്കറിയുന്ന പേരുകളാണിത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പല തവണ പല മലക്കങ്ങളും മറിഞ്ഞിട്ടുണ്ട്. അന്ന് മുഴുവൻ കുറ്റാരോപിതനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എങ്ങനെ പോയി കഴിഞ്ഞാലും തള്ളിപ്പറയില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ആൾക്കാരെ നമുക്കറിയാം. ഇവരുടെയൊക്കെ പേരെടുത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 പേരുടെ ലിസ്റ്റ്, പിന്നെ ഗാങ് മാഫിയ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ആരെയാണ് ഇവരൊക്കെ കൂടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? ഇവരുടെ താരത്വത്തിൽ കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ. അത് ലെഫ്റ്റിൽ മാത്രമല്ല, അതിൽ കോൺഗ്രസിലുള്ള ആൾക്കാരുണ്ട്, അതിൽ NDAയിലുള്ള ആൾക്കാരുണ്ട്. NDAയിലെ കാൻഡിഡേറ്റ്സിന് പിന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് പിന്നെ തെളിവില്ലെങ്കിലും നമുക്കറിയാം ഇതിലൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രഷർ നമ്മൾ ചെലുത്താൻ പോകുന്നത് ഗവൺമെന്റിന്റെ ഒക്കെ. ഇപ്പൊ CPM ആണ് ഗവൺമെന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഗവൺമെന്റിന്റെ പേര് തന്നെയാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഒന്നും ചെയ്യാതിരുന്നത്, അത് പുറത്തു വിട്ടാതിരുന്നത്? അതിനുവേണ്ടി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം സംസ്ഥാനത്ത്, തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം അനീതികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കണ്ടേ? തീർച്ചയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തിൽ. അത് ഈ പിന്നെ അതിജീവിതയുടെ കാര്യത്തിലാണെങ്കിലും ആ കേസിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയൊരു കമ്മീഷനെ വെക്കേണ്ട കാര്യത്തിലൊക്കെ ആണെങ്കിലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ അകത്തും ക്വസ്റ്റ്യനബിൾ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നത് വ്യക്തമാണ്. അവരെ തള്ളിപ്പറയുകയും ഇതിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടതും ഗവൺമെന്റിന്റെ ഒരു കർത്തവ്യമാണ്. ഇന്ന് നേരത്തെ ഉള്ളതുപോലെയല്ല, ഒരു മൈനോറിറ്റി അല്ല, മൊത്തം കേരളം 50% സ്ത്രീകളാണ്. ബാക്കിയുള്ളവർ മുഴുവൻ അവരുടെ കൂട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. നമ്മളൊക്കെ നോക്കി നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന കാലത്ത് മാന്യതയോടെ ജോലി ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ മാന്യതയോടുള്ള വേതനം കിട്ടാനും ഇതുപോലെ ആൾക്കാർക്ക് തോന്നിയതുപോലെ ഈ ഇക്ലി ന്യൂസ് പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് സ്ത്രീകളെയാണ്.
അത്തരം സ്ഥിതിയിലേക്ക് പോകാതെ നോക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ പീപ്പിൾ പവർ അല്ലെങ്കിൽ പീപ്പിൾ ഡിസയർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി തീർച്ചയായും അതിന് വരും. വലിയ ഏത് വില രാഷ്ട്രീയ കൊടുക്കേണ്ടി വരും എന്നുള്ളത് സർക്കാരാണ് ആദ്യം തിരിച്ചറിയേണ്ടത്.